ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളോട് ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ക്രൂഷ്യലായിട്ട് ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് PCOD, PCOS, തൈറോയിഡ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹെയർ ഫോളും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, PCOD എന്ന് പറയുന്നത്, PCOS എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ആസ് പെർ യോഗ ഫിലോസഫി പ്രകാരം ഒരു 7 ചക്ര നമ്മുടെ ബോഡിയിലുണ്ട്. ഈ ചക്രാസിൽ എവിടെയെങ്കിലും ഒക്കെയുള്ള എനർജി ഫ്ലോ എവിടെയെങ്കിലും വെച്ച് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് പ്രഷർ ഉണ്ടാകുന്നു. പ്രഷർ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്ത് പോകേണ്ട കാര്യങ്ങൾ പുറത്ത് പോകാതെ വരുന്നു. അതവിടെ കെട്ടിക്കിടന്ന് പിന്നീട് അതെന്താവും? ടോക്സിനായി. പിന്നെ അവിടെ നമുക്കൊരു അസുഖം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇവർക്കൊക്കെ സ്ട്രെസ്സ് കൂടുതലായിരിക്കും. സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറുള്ള സ്ത്രീകളായിരിക്കും. കൂടുതലും ഹോർമോൺ ഇംബാലൻസ് ഹിറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ്. പുരുഷന്മാർക്കും ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന സ്ത്രീകളുടെ ഹോർമോൺ ഇംബാലൻസിനെ പറ്റിയിട്ടാണ്. നമ്മളുടെ യൂട്രസിൻ്റെ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് റീജിയൻ, അവിടെ നമുക്കൊരു ചക്രയുണ്ട്. അതിനാണ് പറയുന്ന പേരാണ് സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത്. ഇപ്പോൾ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊന്ന് ചമ്പരം മടിഞ്ഞ് ഇരുന്നാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള പരിഹാരമാണ്. അപ്പം നമ്മൾ ഡാൻസ് പഠിക്കുമ്പോഴായാലും എന്തിനും നമ്മൾ സാധാരണ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന പോലും താഴെ ചമ്പരം മടിഞ്ഞിരുന്നിട്ടാണ്. നമ്മുടെ മൂലധാര ചക്രത്തിനെ, നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിനെ, ഇതിനെല്ലാം നമുക്ക് നല്ലൊരു ഓപ്പണിങ് കിട്ടിയിരുന്ന ഒരു സിറ്റുവേഷനായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളതൊക്കെ മാറി. രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്നു, നേരെ ചെയറിലിരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോകുന്നു, അവിടെ ചെയറിലിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വരുന്നു, വീണ്ടും നമ്മൾ ഇരിക്കുന്നു, കുറേ നേരം മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, എവിടെ ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബെഡിലേക്ക് പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് മൂവ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോൾ ഈ ചക്രാസ് ഒന്നും ഓപ്പൺ ആവില്ല. അത് എപ്പോഴും ഈ പ്രഷർ കൂടുതലുണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ വളരെ ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് നമുക്ക് എന്താവും? പീരീഡ്സ് റെഗുലർ ആവില്ല. അഥവാ പീരീഡ്സ് വന്നാൽ തന്നെ ഹെവി ബ്ലഡ് ഫ്ലോ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ചില ആളുകൾക്ക് 1 മാസം തന്നെ 1ഉം 2ഉം തവണയൊക്കെ പീരീഡ്സ് ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം മെയിൻ കാരണം ഈ പെൽവിക് ഏരിയയിലെ നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്ന ഏരിയ ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? യോഗ എടുക്കുക. അവിടെ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പീരീഡ്സ് റെഗുലർ ആവാൻ തുടങ്ങും. പീരീഡ്സിന് മുൻപുള്ള മൂഡ് സ്വിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ്, അതുപോലെ ബവൽ ഇറിറ്റേഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ സ്ലീപ്പിംഗ് പാറ്റേൺ റെഗുലർ ആക്കുക. ലേറ്റ് നൈറ്റ് ഒരു 9 മണിക്ക് 9:30ക്ക് ശേഷം സ്ക്രീൻ ടൈം നിർത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PCOD, PCOS, അതുപോലെ തന്നെ ഫൈബ്രോയിഡ് യൂട്രസിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഉള്ള ആളുകൾ ഡോക്ടറെ കണ്ട് മരുന്ന് എടുത്ത് അതിൻ്റെതായ ചിട്ടയും വട്ടങ്ങളൊക്കെ പാലിച്ച് തന്നെ മുന്നോട്ട് പോവാം. തുടക്കക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും.